സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഗെയിമർ. നിങ്ങൾ കണ്ടിരിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ട്രെയിൻ സിം വേൾഡ് 5 എന്ന ഗെയിമുമായിട്ടാണ്. ആൻഡ് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 1 ഇയർ മുമ്പ് ഇറങ്ങിയ ഗെയിമാണ്. ആൻഡ് ഞാനിപ്പോൾ ഈ ഗെയിം ഇപ്പോൾ കളിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞായിരുന്നു, ഇനി തൊട്ടുള്ള എല്ലാ മാസവും നമ്മൾ ഒരു ഗെയിം, ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള ഒരു ഗെയിം ഞാൻ കളിച്ചിരിക്കുമെന്ന്. ആൻഡ് ഈ മാസം, അതായത് സെപ്റ്റംബർ മാസത്തെ ഗെയിം എന്ന് വെച്ചാൽ ഇതാണ്. ആൻഡ് ഇതിന് 2 പാർട്ട് ഉണ്ടാവും. ഫസ്റ്റ് പാർട്ടാണ് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത്. സോ ഗെയിമിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. ആൻഡ് ഇതിനകത്ത് ഓരോറപ്പ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് എങ്ങനെ ഒരു ട്രെയിൻ ഓടിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഞാൻ ഇതിനകത്ത് തന്നെ പഠിക്കുന്നതായിരിക്കും. കാരണം ഇതിനകത്ത് ബേസിക് ജേണി, അതായത് ട്രെയിനിങ്, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തൊട്ടുള്ള എല്ലാം പഠിപ്പിക്കും. നമ്മുടെ ഇന്ത്യൻ ട്രെയിൻസ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞോളാം, പക്ഷേ ബേസിക് ഇതൊരു, ശരിക്കും പറഞ്ഞാൽ ഇതൊരു UK ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിൻ സിം വേൾഡ് ആണ്. അപ്പം ആ ഒരു രീതിയിലുള്ള, അതായത് ഫസ്റ്റ് നമ്മൾ ഏറ്റവും ഈസിയും പഴയ ആയിട്ടുള്ള ട്രെയിനിനകത്തായിരിക്കും നമ്മൾ ഓടിക്കുന്നത്. പയ്യെ നമ്മൾ മുമ്പോട്ട് കയറി പോകും. ആൻഡ് ഇതിൻ്റെ ഒരു സെറ്റായിരുന്നു വെച്ചാൽ ഒരു പെർഫെക്റ്റ് ഗെയിം പ്ലേ ആയിരിക്കും കളിക്കാൻ പറ്റുന്നത്. കാരണം കളിച്ച് നോക്കിയാൽ ഒരു രക്ഷയുള്ള ഗെയിം പ്ലേ ആണ്. ഞാൻ ഓൾറെഡി കളിച്ച് നോക്കിയതാണ്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഗെയിമിൻ്റെ കറൻ്റ്ലി ഉള്ള ഒരു പ്രൈസ്, അല്ലെങ്കിൽ എന്താണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ഗെയിമിന് കറൻ്റ്ലി ഗെയിമിൻ്റെ വില എന്ന് വെച്ചാൽ 1700 സംതിങ് ആണ്. എപ്പിക് ഗെയിംസിലാണ് ഉള്ളത്. 1789 രൂപ, 1789 രൂപയാണ് ഈ ഗെയിമിനുള്ളത്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഗെയിമിൻ്റെ അടുത്ത ഗെയിം, അതായത് ഇതിന് തന്നെ അടുത്തൊരു കണ്ടിന്യൂഷൻ പാർട്ടായിട്ട് ട്രെയിൻ സിം വേൾഡ് 6 ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വില ഇപ്പോൾ കറൻ്റ്ലി 1610 രൂപയാണ്. അതിപ്പോൾ ഓഫറിലാണ്. ഓഫർ ഇല്ലെങ്കിലും സെയിം റേറ്റാണ്, 1789 രൂപ. രണ്ടിന് ഒരേ റേറ്റാണ് വന്നിരിക്കുന്നത്. അപ്പം മാക്സിമം നിങ്ങളുടെ കൂട്ടരൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. എനിക്കറിയാം ഇതിനകത്ത് ഈ ഒരു വീഡിയോയ്ക്ക് വലിയ റീച്ച് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുമില്ല. ബിക്കോസ് ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റേ അല്ല. പക്ഷേ എനിക്ക് ഓരോരോ ഗെയിംസായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ താല്പര്യമുണ്ട്. കറൻ്റ്ലി ഈ ഗെയിം ഇപ്പോൾ ഞാൻ കളിക്കുന്നത് ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ നോർമലി എപ്പിക് ഗെയിംസിനകത്ത് ഭയങ്കര പൈസയ്ക്ക് ഒരു ലൈക്ക് അവരുടെ സെയിൽസിനൊക്കെ ഭയങ്കര കൂടുതലായ കാരണം അവർക്ക് ഇതിൻ്റെ ഒരു ഓഫേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണമാണ്. ആൻഡ് ഇതിന് ഈ ഗെയിമിന് ഓഫർ ഇല്ലെങ്കിലും ഇതിൻ്റെ ട്രെയിൻ സിം വേൾഡ് 6 ഓഫറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ 1610 രൂപയുള്ള ഗെയിമിന് ഇപ്പോൾ ഈ ഒരു സമയത്ത് കറൻ്റ്ലി 1610 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ച് കളിക്കാം. ആൻഡ് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഉറപ്പാണ് ഇത് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രെയിൻ എങ്ങനെ ഓടിക്കാന്നുള്ളത് കൺഫേം ആണ്. ജസ്റ്റ് ട്രെയിനിങ് അല്ല, കുറച്ചധികം കളിക്കണം. അതിനകത്ത് ഇവർ പറയുന്നത്, ഇപ്പം നമ്മൾ ഇന്നത്തെ പറയുന്നതെന്ന് വെച്ചാൽ എങ്ങനെ കളിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇതിൻ്റെ എങ്ങനെ ട്രെയിൻ ഓൺ ചെയ്യാം, എങ്ങോട്ട് പോകാം, എങ്ങനെ വണ്ടി മൂവ് ചെയ്യാന്നുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, UK ബേസ്ഡ് ആയിട്ടുള്ളൊരു ട്രെയിൻ ഒരു ഗെയിം ആയത് കാരണം ആ ടൈപ്പ് ഓഫ് ട്രെയിൻസ് ആയിരിക്കും. പക്ഷേ ലൈക്ക് എൻ്റെ ഒരു നിഗമനത്തിൽ എല്ലാ ടൈപ്പ് ട്രെയിനും ഒന്നാണ്. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ ട്രെയിൻ അങ്ങോട്ട് ഓൺ ചെയ്യാൻ പോകണം. മൂവിങ് ട്രെയിൻ ആണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ പോകണം. നമുക്ക് കുറെ In this training module, you're going to learn how to make a train move and then bring it to a stop. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു For this exercise, you'll be using a British Class 323 electric multiple unit. It's a great train to get started with, as the controls are quite straightforward. This module will get you used to the feel of the train and its controls. For now, the Class 323 has a very simple braking system. The throttle controls how fast the train accelerates. In this train, the throttle and brakes are controlled by a combined power and brake handle. You will find in some other trains that the throttle and brakes are on separate handles. Before you go any further, set the headlights for daytime running and ensure the tail lights are off. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ്സ്. ഇരിക്കാൻ പറ്റില്ല. ഇതിന് ടൈൽസ് ആർ ഓഫ്. നമുക്കിനിപ്പം We want to move the train forwards, so set the reverser to the forwards. Okay.
Now pull the combined power and brake handle towards you to release the brakes and apply power. In the bottom right and in the center of the speedometer gauge, you can see a little ball. This is the accelerometer and will move up or down to indicate whether you're speeding up or slowing down. ഇവിടെ അത് കാണിക്കുന്നു റീച്ച് സ്പീഡ് വെയിറ്റ് ഫോർ ട്രെയിൻ ടു റീച്ച് 30 km/h. സോ ആ ഒരു ട്രെയിൻ എത്താൻ വേണ്ടി നമുക്ക് ഫുൾ സ്പീഡ് കൊടുക്കണ്ട. എന്നാലും ഒരു ഇതാണ് കേട്ടോ P3 P2 ആ സംഭവം ട്രെയിൻ ഫോർവേഡ് പോകുന്നത്. നേരെ നോക്കുന്ന എമർജൻസി ആണത്. ഓക്കെ P2 ഓക്കെ വിൻഡോ ഒക്കെ തുറന്നിടാം നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ട്രെയിൻ കുറച്ച് ഓടിക്കൊണ്ടിരിക്കട്ടെ. ഓക്കെ നമുക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം. ട്രെയിൻ അവിടെ പോട്ടെ. നമുക്കിത് ട്രെയിനിൻ്റെ അകത്തൊക്കെ കാണാൻ വേണ്ടിയിട്ടും എന്താ സൈഡ് വ്യൂ ഒക്കെ കണ്ട് ഇവർക്ക് അവിടെ പോയിട്ട് ഇവിടെ ഇരുന്നിട്ട് സൈഡ് വ്യൂ ഒക്കെ കണ്ട് കൊള്ളാം. എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെയാണ് അവർ ഉണ്ടാക്കിയത്. എൻ്റെ ഈ ഗെയിം എന്ന് ഇറങ്ങിയത് എന്നോട് ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ വിജിലൻ്റൽ ബ്രേക്ക് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഫോണില്ലായിരുന്നു. ഇവിടെ അങ്ങനെ ഫോണുണ്ടോ? ഇതല്ല ഡോർ ക്ലോസ് ഇല്ലെങ്ങാണ്ടാണ് ഫോണുള്ളത്. ഓക്കെ അതൊക്കെ ചുമ്മാ സ്പീഡ് കൊടുക്കാം. Now that you've reached your target speed, you can move the throttle control back to the center position. The train will then coast on level ground and only slow down very gradually. Turn off the safety video. അതൊന്നും എനിക്ക് അറിഞ്ഞുകൊടുക്കാം. ഇതാണ് നമുക്ക് പോകേണ്ടത്. ഡിയും മെയും മേടിച്ച് നമ്മുടെ ഇത് മാറ്റാം. അപ്പോൾ നല്ലൊരു പരിപാടിയാണ്. അയ്യോ വഴിയില്ല 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 വഴിയില്ല. ഒമ്മേ എന്തോ പറ്റി? ഞാൻ ട്രെയിൻ ഇടിച്ച് കളഞ്ഞു ഗൈസ്. അയ്യോ അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്തോ പറ്റി. സോ ഞാൻ അതൊന്നുകൂടെ ഒന്ന് പഠിക്കട്ടെ. സോ ജസ്റ്റ് ഞാൻ അത് കാണിച്ചു തരാണ് എന്താണ് ഗെയിം എന്നൊക്കെ. കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. നമുക്ക് എന്തായാലും In this training module, you're going to ഞാൻ കേൾക്കണോ? കേൾക്കണോ കേട്ടോ. learn how to make a ഓക്കെ സോ നമുക്ക് ബേസിക്കിന് മാറ്റാൻ പറ്റും. ഓക്കെ നമുക്ക് train move and then bring it to a stop. സൂപ്പർ. For this exercise, you'll be using a British Class 323 electric multiple unit. It's a great train to get started with as the controls are quite straightforward. This and ensure the tail lights are off. നമ്മൾ ഇവിടെ ഞാൻ കേട്ട് കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഇവിടെ നമുക്ക് ആക്ച്വലി നമുക്ക് ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് ഇതിപ്പം എച്ച് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് തന്നെ ഇതാക്കാം ഓട്ടോമാറ്റിക്കലി. ടെയിൽ ലൈറ്റ്സ് ഓൺ ചെയ്യാൻ പറ്റില്ലേ? ടെയിൽ ലൈറ്റ്സ് ഓഫ് ചെയ്യുക. ആൻഡ് നമ്മുടെ We want to move the train forwards. പവർ ബ്രേക്ക് Now pull the combined power in the bottom right and in the center of the speedometer gauge. You can see a little ball. This is the accelerometer and will move up or down to indicate whether you're speeding up or slowing down. സോ നമുക്കിപ്പോൾ നമ്മുടെ റീച്ച് സ്പീഡ് 35 35 കിലോമീറ്റർ താഴെ നോക്കുന്നത്. കുറച്ച് സ്പീഡ് നോക്കാം. Now that you've reached your target speed, you can move the throttle control back to the center position. The train will then ഓക്കെ സെൻട്രൽ പൊസിഷൻ നമ്മൾ എത്തിക്കാൻ പറഞ്ഞു. നമ്മൾ എത്തിച്ചു. Allow the train to coast to maintain. ഓക്കെ സെൻട്രൽ ആക്ച്വലി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. സെൻട്രൽ പൊസിഷനിലാണെങ്കിൽ ആ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഓക്കെ ഇപ്പോൾ മനസ്സിലായി. നമുക്ക് ക്യാമറ എടുക്കുന്നു ചെയ്യാൻ മാറ്റാൻ പറ്റും. ഓ ഏതാ ഇതാണ് നമ്മുടെ വണ്ടി. അയ്യോ എന്തത് ടേൺ ഓഫ് സേഫ്റ്റി ഡിവൈസ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളൊന്നുമില്ല അഡീഷണൽ പോയിന്റ്സ് എന്നൊക്കെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ആൻഡ് ഇതിപ്പോൾ ഞാനിപ്പം ആ ഒരു സ്പീഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞോണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സ്റ്റിൽ നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ട് ഇവിടെ? അങ്ങനെ ഇല്ല. എന്താ ചെയ്യണ്ടേ? അയ്യോ വേണ്ടായിരുന്നു. ചുമ്മാ ഇല്ല. When it comes to stopping trains, the specifics of each train can be quite different. However, the basic process is fundamentally the same. Okay.
Bring this train to a complete stop by moving the power brake handle. Okay. The amount of braking you will need to apply also varies depending on whether you're going uphill or downhill and how heavy your train is. Okay, That concludes this module. കഴിഞ്ഞു. If you wish to Literally replay it, you can come back to it at any time via the training center. കുഴപ്പമില്ല. അപ്പൊ നമ്മളെ ഫസ്റ്റ് ട്രെയിനിങ് ചാപ്റ്റർ നമ്മൾ തീർത്തിരിക്കുകയാണ്. അപ്പൊ നമുക്കിനിയിപ്പം അടുത്ത നമ്മളെ ചാപ്റ്റർ 2 പാസഞ്ചർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ 1 അടുത്ത ഓപ്ഷനാണ് പാസഞ്ചർ ഓപ്ഷൻ. അതായത് ആൾക്കാരെ കയറ്റുക എന്നുള്ളൊരു സംഭവം, ട്രെയിനിൽ കയറ്റാനുള്ളത്, പാസഞ്ചർ ഓപ്പറേഷൻസ്. മൈ ബാഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അത് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ആൾക്കാരുടെ ഡോർ തുറന്നത്? അത് തുറന്നു, ആൾക്കകത്ത് കയറി. നമുക്ക് ഇരിക്കട്ടെ. So നമുക്കിനി വേണ്ടത് To unlock the control desk, insert the master key and activate it. Okay, and ഇനി മോഡ് Turn the coach lighting on so that passengers are. Okay, In order to use the buttons in the cab, you must first insert and then turn the door key to the on position. ഓൺ ചെയ്തിട്ടു ഓൺ ചെയ്യണ്ടേ? അല്ല, ഇതായിരുന്നു P1 ആയിരുന്നു തുറക്കേണ്ടത്. വിൻഡോ തുറക്കാൻ പറഞ്ഞു. നമ്മൾ വിൻഡോ തുറന്നു. അല്ല, വിൻഡോ തുറക്കാനല്ല കേട്ടോ, അവിടെയാണ് നമുക്കടുത്ത സ്റ്റേഷൻ ഉള്ളത്. അല്ലേ, അതല്ലേ? അതല്ല, സ്റ്റേഷനിൽ എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും. പറക്കാം. അസാണ്ടോ വേണ്ട. എന്തോ സാൻഡർ എന്താ റൈറ്റിൽ ഈ ഒരു ഭാഗത്താണ് കേട്ടോ. മെട്രോ സ്റ്റേഷൻ, മെട്രോ സൗത്ത്, സ്റ്റോപ്പ് അറ്റ് ലൊക്കേഷൻ. ഓക്കെ, 600 മീറ്റർ നമുക്ക് കുറച്ച് സ്ഥലത്ത് പോകാണ്ട്. നമ്മൾ പറക്കുവാണ് വണ്ടി കൊണ്ട്. 50, നമുക്ക് 105 നമ്മുടെ 103 അങ്ങാണ്ടാണ് നമ്മളൊരു സ്പീഡോമീറ്ററിനകത്ത് റേഞ്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അവിടെ കൊള്ളാം കേട്ടോ. ആക്ച്വലി കുറച്ച് മുമ്പ് ഇറങ്ങിയ ഗെയിമായിരുന്നു, 2 വർഷം മുമ്പ് അങ്ങോട്ട് ഇറങ്ങിയ ഗെയിമാണ്. അപ്പം അതിൻ്റെ ആ ഒരു രീതിയിലാണ് ഗെയിം പോകുന്നത്. അത്ര നല്ലൊരു ക്വാളിറ്റിയാണ് അവർ ഗെയിമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സീറ്റിൻ്റെ. You're approaching the next station. Use the power brake handle to apply power so that you come to a gentle stop at the indicated marker on the platform. അയ്യോ, ഓക്കെ, അത് എമർജൻസി. ഓക്കെ, കറക്റ്റ് ആയിരിക്കേണ്ടതാണ്. പെർഫെക്റ്റ് അല്ല. This platform is on the right, so you'll need to use the open right doors button to unlock and open the doors this time. Once again, observe the objective in. ഓക്കെ, ഇതാണ് കേട്ടോ അവർ പറഞ്ഞത് ലോഡ് പാസഞ്ചർ എന്ന സംഭവം. ഒരാൾ കയറുന്നുണ്ടോ? കാണാൻ വരാട്ടെ, എനിക്കൊന്നും ആരും കയറുന്നതിനെ കാണുന്നില്ല. നമുക്ക് പയ്യെ ഈ ഒരു ടാസ്ക് കൂടെ കഴിയും നമുക്ക് അങ്ങോട്ട് നിർത്താം നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഈ ഒരു ഒബ്ജക്റ്റീവും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒതുക്കാവുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനിപ്പം ഡോറ് തുറന്ന് നോക്കാം. ഓക്കെ, ഇതുകൊണ്ടൊക്കെ നമ്മൾ തീരേണ്ടതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. നടന്നിട്ടു പാസഞ്ചർ ഒന്നും ഇല്ല. കാരണം നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്ന കാരണം പാസഞ്ചേഴ്സ് ഒന്നും ഇല്ല. ലോഡ് പാസഞ്ചർ എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ലോഡ് പാസഞ്ചർ വീണ്ടും കാണിച്ചു. ലോക്ക് ഡോർസ്. ഓക്കെ, ലോക്ക് ഡോർസ് പിന്നെ പറപ്പിക്കാം. അടുത്ത ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. Completed. That concludes this module. Okay. If you wish to replay it, you can come back to it at any time via the training center. So video ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് കളിച്ച് കാണിച്ചതേ ഉള്ളൂ. ഇതിനകത്ത് എനിക്ക് വലിയൊരു എന്താ പറയുക, വലിയൊരു സംഭവം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. എനിക്കൊരു വ്യൂസ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഒരു ഗെയിമെങ്കിലും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എനിക്കൊരു കാര്യം. ഇതിൻ്റെ ഒരു വീഡിയോയും കൂടെ വരും. ആൻഡ് കറൻ്റ്ലി ഞാനിപ്പം 179 സബ്സ്ക്രൈബേഴ്സ് നിൽക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ ഇന്നലെയും പറഞ്ഞു, മിനിഞ്ഞാന്നും പറഞ്ഞു, 98.5% ആൾക്കാർ
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. മിക്കവാറും ഇതിപ്പോൾ 100 കാണും. ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞുതരാം എന്തോരം ആയെന്ന്. ഇപ്പം 98.5% തന്നെയാണോ നോക്കട്ടെ. അതെ, 98.5% തന്നെയാണ് ആൾക്കാർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടോണ്ടിരിക്കുകയാണ്. എന്ത് സോറി എന്ത് 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 മഹാപാവികളാണ് നീയൊക്കെ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ സ്കൂട്ടറൊക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഒക്ടോബർ സമയമൊക്കെ ആകുമ്പം ഈ ഗെയിമിന്റെ പ്രൈസ് നല്ലോണം ഡൗൺ ആവും. ആൻഡ് കറന്റ് ഇതിന്റെ ഒരു അടുത്ത പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് തന്നെ അടുത്ത പാർട്ട് സെയിം റേറ്റ് അല്ല, ഇപ്പൊ അതിന് ഒരു 10% അതിന് ഡിസ്കൗണ്ട് ഉണ്ട്. ഞാൻ ആ ഗെയിം എടുക്കാൻ നേരത്തെ പക്ഷെ പൈസ ഇല്ലായിരുന്നു മേടിക്കാൻ. അപ്പൊ അത് കാരണമാണ് ഞാനത് എടുക്കാഞ്ഞത്. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് ദ ഗെയിമർ സൈനിങ്. പീസ് ആൻഡ് യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.